മാലിന്യ കൂമ്പാരമായി കിള്ളിയാർ. മാലിന്യ നീക്കത്തിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ അധികാരികൾ നിരവധി തവണ നഗരസഭാ കൗൺസിലർ യോഗത്തിൽ കിള്ളിയാർ വിഷയം ഉന്നയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് ആക്ഷേപം. ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. പ്രതാപത്തോടെ ഒഴുകിക്കൊണ്ടിരുന്ന കിള്ളിയാർ ഇന്ന് അഴുക്കുചാലായി മാറുന്നു. ദുർഗന്ധം വഹിക്കുന്ന കിള്ളിയാറിന്റെ പരിസരത്തു കൂടി പ്രദേശവാസികൾക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഭൂമാഫിയയുടെ കയ്യിലാണ് ഇപ്പോൾ കിള്ളിയാർ. അധികാരികൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന പകൽ പോലുള്ള സത്യം. സഭയിൽ നിരവധി തവണ കിള്ളിയാറിന്റെയും പാലത്തിന്റെയും ദുർഗതിയെക്കുറിച്ച് കളക്ടർക്കും മേയർക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ട് പോലും പ്രശ്നത്തിന് മുന്നിൽ മുഖം തിരിക്കുകയാണ് അധികാരികൾ. ഏകദേശം ഒരു 4-5 പ്രാവശ്യം ഒരു 15 മിനിറ്റോളം കിള്ളിയാറിന്റെ ദുരവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ ബണ്ട് റോഡിന്റെ ആക്രി റോഡ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നേ വരെ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഒന്നും ചെയ്തിട്ടില്ല. കാരണം അതിന്റെ പരിമിത ഫലമാണ് ഈ കാണുന്ന മാലിന്യം. നമ്മളെ ഐതിഹ്യങ്ങളിൽ പറയുന്നത് ആറ്റുകാലമ്മ ഇറങ്ങി ഇവിടെ നിന്നും കുളിച്ച് ഇടതുവശത്തോട്ട് നീങ്ങിയപ്പോഴാണ് ഒരു ഭക്തൻ കാണുകയും അവരെ കുടിയിരുത്തിയെന്നൊക്കെ ചരിത്രം പറയുന്നു. കയ്യേറ്റക്കാരെ കയ്യേറി കൺസ്ട്രക്ഷൻ നടത്തിയാൽ കണ്ണ് മൂടിക്കെട്ടുന്നു, അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. അധികാരികളെ കണ്ണു തുറന്നില്ല എന്നല്ലാതെ മറ്റൊന്ന് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ആറ്റുകാൽ അമ്പലവുമായി ഏറെ ചരിത്ര പ്രാധാന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരാറാണ് കിള്ളിയാർ എന്ന് പഴമക്കാർ പറയുന്നു. ഏതു നിമിഷം പോലും നിലം പൊത്താവുന്ന രീതിയിലാണ് കിള്ളിപ്പാലം. ഇരുവശവും പ്രവർത്തനരഹിതമായ പഴയ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാർക്കും പറയാനുണ്ട് അധികാരികൾ തങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നു എന്ന സത്യം. പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടി സ്വീകരിക്കാനും അധികാരികൾ തയ്യാറാകുന്നില്ല. ഇവിടെ ഈ ബണ്ട് റോഡ് ആ ഭാഗത്ത് കിള്ളിപ്പാലത്ത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാലിന്യങ്ങളും വന്നിറങ്ങുന്ന ഏക സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു. ഇങ്ങോട്ടുള്ള ജനങ്ങളെക്കുറിച്ച് ആർക്കും ഒരു അല്പം പോലും ഉത്കണ്ഠ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അധികാരികളുടെ പരാതി പോയിട്ടുണ്ട്, അധികാരികൾ കണ്ടുപോകുന്നുണ്ട്, അധികാരികൾ ഇഷ്ടം പോലെ അവർ കണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവരാരും ഇത് കണ്ട ഭാഗം നടിക്കുന്നില്ല. ഈ പാലത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇപ്പോൾ പോകുന്ന ഇവിടെ വൈകുന്നേരം ഒരു 5 മണിയായി കഴിഞ്ഞാൽ ഈ അമ്മയുടെ നടയിൽ 100 കണക്കിന് അമ്മമാർ തൊഴാൻ പോകുന്നതാണ്. ഈ പാലത്തിൽ കാല് വീഴുന്നു എന്തെങ്കിലും ആയിപ്പോയ വയസ്സായ 50-60 വയസ്സായ അമ്മമാർക്ക് എന്തെങ്കിലും പറ്റിയ ആരെന്ത് സമ്മാനം പറയും? സ്വകാര്യ വ്യക്തികളുമുണ്ട്, ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികൾ, പ്രൈവറ്റ് എന്തിനാ PRS ആശുപത്രിയുടെ മാലിന്യം വരെ ഇവിടെ വന്നിറങ്ങണേ? ഈ കാഴ്ച കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ജനം, തിരുവനന്തപുരം.